ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ് എന്ന വാർത്ത വരുന്നു. അനധികൃതമായി പെൻഷൻ കെപ്പറ്റി ജീവനക്കാരിൽ നിന്ന് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. കൂടുതൽ പേർ പെൻഷൻ തട്ടിപ്പ് നടത്തിയത് ആരോഗ്യവകുപ്പിലാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ്, ക്ലാർക്ക് മുതൽ പാർട്ട് ടൈം സ്വീപ്പർ വരെയുള്ള 373 പേർ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് കണ്ടെത്തൽ. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പല വകുപ്പുകളും നടപടിയെടുത്തു തുടങ്ങി. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത മൃഗസംരക്ഷണ വകുപ്പിലെ തട്ടിപ്പിൻ്റെ വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് നടപടികളുള്ളത്, എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളുള്ളത് വകുപ്പിൽ നിന്ന്? നേരത്തെ മൃഗസംരക്ഷണ വകുപ്പിൽ കാര്യമായ നടപടികളൊന്നും ഇല്ലാതിരുന്നതാണ് നമ്മൾ വാർത്തയാക്കിയത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ അരുൺ സോളമൻ? തീർച്ചയായിട്ടും അരുൺ, ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. 18% പലിശ സഹിതം ഈ പണം തിരിച്ചുപിടിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 373 ഉദ്യോഗസ്ഥരാണ്, അവരുടെ പട്ടികയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു അടുത്ത കടമ്പ എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും. ഇത്തരത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ പ്രധാനമായിട്ടും ടൈപ്പർ, ക്ലാർക്ക്, അതുപോലെ തന്നെ പാർട്ട് ടൈം സ്വീപ്പർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ പബ്ലിക് നഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ 1458 ഉദ്യോഗസ്ഥരാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവരം ആദ്യം തന്നെ സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓരോ വകുപ്പുകളിലും ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന വിവരം ഓരോ ദിവസങ്ങളിലായിട്ട് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 74 ഉദ്യോഗസ്ഥരുടെ പട്ടിക നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ 60ഓളം ഉദ്യോഗസ്ഥരും ജോയിന്റ് കൌൺസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. പ്രധാനമായിട്ടും ഈ മൃഗസംരക്ഷണ വകുപ്പിലെ തന്നെ 74 ഉദ്യോഗസ്ഥരിൽ പലരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും ഇത്തരത്തിൽ പാർട്ട് ടൈം വഴിയൊക്കെ കയറി ഇതിനകത്ത് വന്നുവെങ്കിലും അവർ ഇത്തരത്തിൽ വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി തന്നെയാണ് നടത്തി വന്നിരുന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ 373 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങി വന്നിരുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ മസ്റ്ററിംഗ് നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുമ്പോൾ ക്ഷേമ പെൻഷൻ നൽകാത്ത ഒരു സർക്കാരായിട്ട് കാര്യങ്ങൾ കടന്നുപോകുന്നു. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത്തരത്തിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിൽ 6 ഉദ്യോഗസ്ഥരെയാണ് ഇതിനോടകം പിരിച്ചുവിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ വകുപ്പിൽ, മണ്ണ് സംരക്ഷണ വകുപ്പിൽ പ്രധാനമായും ഒരു 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പും നടപടി തുടങ്ങിക്കഴിഞ്ഞു. വിവിധ വകുപ്പുകളിൽ നിന്ന് ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ മുഴുവൻ ഉദ്യോഗസ്ഥരിൽ നിന്നും 18% പലിശയോടുകൂടി പണം തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അരുൺ സോളമനാണ് റിപ്പോർട്ട് ചെയ്തത്.